നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ LDF സ്ഥാനാർത്ഥി വി വസീഫ് ചില വ്യക്തികളെയും ചില വീടുകളും സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ ഈ സമയത്ത് കുറെ വോട്ടുകളൊക്കെ പെട്ടിയിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടാവും. അവസാനത്തെ ഒരു പ്രതീക്ഷ എന്താ? തീർച്ചയായിട്ടും മലപ്പുറത്ത് ഞങ്ങൾ ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞാൻ നേരത്തെ മറ്റു ചാനലുകളൊക്കെ പറഞ്ഞതുപോലെ വലിയ ഭൂരിപക്ഷത്തിന് മലപ്പുറം ഇടതുപക്ഷം ജയിക്കും. 2004 ഇരട്ടി തന്നെ ഭൂരിപക്ഷമുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല മലപ്പുറത്ത്. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഈ രാഷ്ട്രീയം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഇവിടെ ആളുകൾ തുടർച്ചയായിട്ടുള്ള ഈ മുസ്ലിം ലീഗിൻ്റെ വിജയത്തിൽ അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അനുകൂലമായ സാഹചര്യമുണ്ട്. അവർ വലിയ സ്നേഹവും വലിയ കരുതലുമൊക്കെയാണ് തരുന്നത്. ഇപ്പോൾ ഇന്നലെയും കൊട്ടിക്കലാശത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പാർലമെൻറ്റ് മണ്ഡലത്തിലാകെ ഞങ്ങൾ ഇന്നലെ ഓടി. റോഡിന് ഇരുവശത്തും ആളുകൾ വന്ന് വലിയ സ്നേഹത്തോടു കൂടിയുള്ള പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ, അവരുടെ ആ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ 100% വിജയപ്രതീക്ഷ തന്നെയാണ്. ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നതും നിങ്ങൾ ഉന്നയിക്കുന്നതും പല വിഷയങ്ങളും ഇപ്പോൾ ഈ CAA പോലുള്ള ഒക്കെ ഏതാണ്ട് രണ്ട് പാർട്ടികൾക്കും തുല്യതാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഭരണ പാർട്ടിയാണ്, സ്വാഭാവികമായിട്ടൊരു ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ പോലീസിങ്ങിൽ വന്ന ഇടത് നയമല്ല പോലീസിങ് നടത്തുന്നത്, അങ്ങനെ കുറേ വിമർശനമുണ്ട്. അതൊക്കെ തിരിച്ചടിയാകുമോ? ഇല്ല, ഇവർ നിങ്ങളിപ്പോൾ പൗരത്വം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇത് പൗരത്വം കേരള വിഷയമല്ല എന്ന് അവരും പറയുന്നുണ്ട്, ദേശീയ വിഷയമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ എവിടെ ഉന്നയിക്കേണ്ടിയിരുന്നു? ഇവർ ഡൽഹിയിൽ ഉന്നയിക്കേണ്ടിയിരുന്നു. അവിടെ ഇവർ ഉന്നയിക്കുന്നില്ല. ഇവർക്ക് ഈ മലപ്പുറത്ത് മാത്രമേ ഇത് പറയുന്നുള്ളൂ. ഇവർ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി ഇന്ത്യയുടെ തലസ്ഥാനത്ത് എന്താണ് ഇവർ ഇടപെട്ടത്? ഇവർ പറയട്ടെ. ഒരു ഇടപെടൽ നടത്തുന്നില്ലല്ലോ. ഓരോ വിഷയത്തിൽ നിന്നും ഇവർ ഒളിച്ചോടുകയല്ലേ. പ്രകടന പത്രികയിൽ പോലും CAA എന്ന് എഴുതി വെക്കാൻ ധൈര്യമില്ലാത്തവർ മലപ്പുറത്ത് വന്ന് ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ ഈ ജനം ഇതൊക്കെ കേൾക്കൂലേ? ഇപ്പോൾ നോക്കൂ, 543 ഒരാൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അറിയാലോ ആരാ? BJP സ്ഥാനാർത്ഥിയാണ്. സൂറത്തിലാണ്, ഗുജറാത്തിലാണ്. കോൺഗ്രസ്സുകാരനാണ് നോമിനേഷൻ കൊടുത്തത്. ഇപ്പോൾ കിട്ടുന്ന വാർത്ത എന്താ? ആ നോമിനേഷൻ കൊടുത്ത ആൾ BJP ആയി എന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ഈ പറയുന്ന മുന്നണിയെ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെയാണ് എന്തോ 1-2 കേസുകൾ പർവ്വതീകരിച്ച് ആകെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ മോശമാക്കാനും ഇത് ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്നൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അതൊന്നുമല്ല യാഥാർത്ഥ്യം. അത് ഓരോ സംഭവങ്ങൾ ഓരോ സമയത്തുണ്ടാകുമ്പോൾ അതിൽ കൃത്യമായി കേരളത്തിലെ ഗവൺമെൻറ് ഇടപെടാറുണ്ട്, അതിന് പരിഹാരം കാണാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതിനൊക്കെ ഓരോരോ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ ഇതിനെങ്ങനെ എന്ത് സംഭവിച്ചാലും ഇന്നയാളുടെ നെഞ്ചത്ത് എന്ന് പറയുന്ന പോലെ ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. അവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താ? ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ചർച്ച തന്നെയല്ലേ കൊണ്ടുവരേണ്ടത്? അതിനെതിരെ ശക്തമായി നിലയുറപ്പിക്കല്ലേ വേണ്ടത്? അവിടെ ഈ ജനങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷം ജയിച്ചു പോയാൽ റിസോർട്ട് വേണ്ടി വരില്ല, ഈ ജയിച്ചവരെ കാവൽ നിൽക്കാൻ ആൾ വേണ്ടി വരില്ല, ഈ ജയിച്ചവർക്ക് പണം കൊടുത്ത് സ്വാധീനിക്കേണ്ടി വരില്ല, ഇവർക്ക് മറ്റെന്തെങ്കിലും പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടി വരില്ല. ഇവർ പൂർണ്ണമായും കമ്മിറ്റഡാണ്. മരിക്കേണ്ടി വന്നാലും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, രാജ്യത്തെ ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഇവർ നിൽക്കും. അത് ജീവൻ പോകുന്നത് വരെ ഈ ഭാഗത്ത് ഉണ്ടാകും. ജീവൻ പോകേണ്ടി വന്നാൽ അത് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മതനിരപേക്ഷതയുടെ ഭാഗത്ത് അണിനിരക്കും എന്നുള്ള ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം നിങ്ങൾ നോക്ക്, മുക്കം ഫൈസി പറഞ്ഞതെന്താ? ഫാസിസത്തിനെതിരെ വിശ്വസിക്കാൻ പറ്റുന്ന മുന്നണി ഇടതുപക്ഷമാണ്. ഇത് സാധാരണ ഞങ്ങൾക്ക് അനുകൂലമായി പറയാത്തവരൊക്കെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അങ്ങനെ ആത്മാർത്ഥമായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, അതിനുവേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു മുന്നണിയെ ഈ ജനം സ്വീകരിക്കും. അല്ലാതെ ഉഡായിപ്പ് പറഞ്ഞ്, എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ്, നുണകൾ പറഞ്ഞ് വരുന്നവരെ ഈ നാട് തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വസീഫ് താമസിച്ച പ്രദേശത്താണ്. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും ഇവിടുന്ന് വീടൊഴിയാണ്. നിങ്ങളുടെ ഹൗസ് ഓണർ ആയിരുന്നു. നമുക്ക് വീട് വന്ന് സഹായിച്ച ആളാണ്. തൽക്കാലം ഒഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരുമോ? പറഞ്ഞെന്താ വെച്ചാൽ ഇവിടെ 5 സെന്റ് സ്ഥലം വാങ്ങും, എന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് വീട് വെച്ചരാന്ന് പറഞ്ഞത് അല്ലേ? അതെ, ഒരു താമസമാക്കേണ്ടി വരും വിജയ്. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മലപ്പുറത്തുകാരുടെ കൂടെ. പിന്നെ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തോട് ചേർന്ന് തന്നെയാണ്. ഒരു മലപ്പുറത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും
വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ അതാണ് എതിർ സ്ഥാനാർത്ഥി ഞാനും തമ്മിൽ 1 കിലോമീറ്റർ 2 കിലോമീറ്ററിനുള്ളിലേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അപരിചിതത്വമുള്ള പ്രദേശമല്ല, എൻ്റെ നാട് തന്നെയായിട്ടാണ് ഉള്ളത്. പിന്നെ എന്നാലും കുറച്ചുകൂടി ഹെഡ് ക്വാർട്ടേഴ്സിൽ കേന്ദ്രീകരിക്കേണ്ടി വരുമല്ലോ, മലപ്പുറം ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള നിലക്ക്. അതിനുള്ള സൗകര്യമൊക്കെ വരും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വസീഫ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഈ കേരളം പോളിംഗ് ബൂത്തിൽ എത്താനുള്ളത്. ജിഷ്ണു മിനങ്ങാടിക്കൊപ്പം സാജിദ് ഇസ്മൽ, മീഡിയ 1 മലപ്പുറം.